നമ്മളിപ്പോൾ നിൽക്കുന്നത് കടൽനിരപ്പിന് താഴെയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. ഇവിടെ ആളുകളുണ്ട്, റോഡുകളുണ്ട്, പാടങ്ങളുണ്ട്, ആളുകൾ ജീവിക്കുന്നു. മഴക്കാലത്ത് ചുറ്റും വെള്ളം നിറയുമ്പോഴും ഈ പ്രദേശത്ത് കൃഷി നടക്കുന്നു. അതെ, കുട്ടനാട്. പക്ഷെ ഒരു ചോദ്യം, വെള്ളത്തേക്കാൾ താഴെയുള്ള ഈ ഭൂമിയിൽ മനുഷ്യർ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്? ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണ് കുട്ടനാട്. കായലുകളും പുഴകളും നെൽപ്പാടങ്ങളും ചെറിയ തുരുത്തുകളും ചേർന്നാണ് കുട്ടനാടിന്റെ ലാൻഡ്സ്കേപ്പ്. പക്ഷേ കുട്ടനാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ഭൂമിശാസ്ത്രമാണ്. ഇവിടെയുള്ള ചില കൃഷിഭൂമികൾ കടൽ നിരപ്പിനേക്കാൾ താഴെയാണ്. ഇത് പ്രകൃതിയുടെ ഒരു പ്രത്യേകത മാത്രമല്ല, കാലക്രമത്തിൽ കായലുകളിൽ നിന്നും വെള്ളക്കെട്ടുകളിൽ നിന്നും ഭൂമി വീണ്ടെടുത്താണ് കുട്ടനാട്ടിൽ വലിയ തോതിൽ കൃഷിഭൂമി ഉണ്ടാക്കിയിരിക്കുന്നത്. വെള്ളത്തിനടിയിലുള്ള ഭൂമിയെ ചുറ്റും ബണ്ടുകൾ കെട്ടി സംരക്ഷിച്ചു. പുറത്തു വെള്ളം, അതിനകത്ത് നെൽപ്പാടം. കേൾക്കുമ്പോൾ തന്നെ കുറച്ച് അത്ഭുതം തോന്നുന്നുണ്ട്. ഇവിടെയാണ് കുട്ടനാട്ടുകാരുടെ യഥാർത്ഥ എഞ്ചിനീയറിംഗ് തുടങ്ങുന്നത്. കൃഷിയിടങ്ങളെ ചുറ്റിപ്പറ്റി ശക്തമായ ബണ്ടുകൾ ഉണ്ടാക്കുന്നു. പുറത്തുള്ള കായലിലെ വെള്ളം നേരിട്ട് പാടത്തേക്ക് കയറാതിരിക്കാൻ ഇവ സഹായിക്കുന്നു. പക്ഷേ മറ്റൊരു പ്രശ്നമുണ്ട്. മഴ പെയ്താൽ, പാടിനകത്ത് വെള്ളം കൂടിയാൽ, അപ്പോൾ ആ വെള്ളം പുറത്തേക്ക് മാറ്റണം. ഇതിനായി കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ ഡ്രൈനേജ് സംവിധാനങ്ങളും പമ്പിംഗ് സംവിധാനങ്ങളും ഉപയോഗിക്കുന്നു. അങ്ങനെ കൃഷിക്ക് ആവശ്യമായ വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് വെറും വിത്ത് വിതച്ച് കാത്തിരിക്കുന്ന കാര്യമല്ല, വെള്ളത്തോടൊപ്പം ജീവിക്കാൻ പഠിച്ച ഒരു വലിയ സംവിധാനമാണ് കുട്ടനാട്ടിലെ കൃഷി. കുട്ടനാട് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് നെൽപ്പാടങ്ങളാണ്. വെള്ളം ചുറ്റുമുണ്ടായിട്ടും ഇവിടെ നെൽകൃഷി ഇത്ര പ്രധാനമായത് അതുകൊണ്ടാണ്. കുട്ടനാടിന്റെ ജീവിതവും കൃഷിയും പരസ്പരം വേർപെടുത്താൻ കഴിയാത്തതാണ്. കർഷകരുടെ ജീവിതം കാലാവസ്ഥയോടും വെള്ളത്തിന്റെ നിലയോടും വളരെ അടുത്താണ്. പക്ഷേ കുട്ടനാടിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയും വെള്ളം തന്നെയാണ്. കനത്ത മഴ, പുഴകളിലെ വെള്ളം ഉയരുന്നത്, കായലുകളിലെ ജലനിരപ്പ് കൂടുന്നത്, ഇതെല്ലാം ഒരുമിച്ച് വന്നാൽ കുട്ടനാട് വലിയ രീതിയിൽ വെള്ളത്തിനടിയിലാകും. 2018 പ്രളയം പോലുള്ള സംഭവങ്ങൾ കുട്ടനാടുകാരുടെ ജീവിതം എത്രത്തോളം വെള്ളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇനി മറ്റൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്നു. കടൽ നിരപ്പ് ഭാവിയിൽ ഉയർന്നാൽ കുട്ടനാടിന് എന്ത് സംഭവിക്കും? കാലാവസ്ഥാ വ്യതിയാനം, കടൽ നിരപ്പിലെ മാറ്റങ്ങൾ, കൂടുതൽ ശക്തമായ മഴ, ഇതെല്ലാം കുട്ടനാട് പോലുള്ള താഴ്ന്ന പ്രദേശങ്ങൾക്ക് വലിയ വെല്ലുവിളികളാണ്. അതുകൊണ്ട് കുട്ടനാടിന്റെ ഭാവി സംരക്ഷിക്കുക എന്നത് കൃഷിയെ മാത്രം സംരക്ഷിക്കുന്ന കാര്യമല്ല, ഇവിടെ ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ സംരക്ഷിക്കുന്ന കാര്യമാണ്. ഒരു ഭാഗത്ത് വെള്ളം, മറുഭാഗത്ത് കൃഷി. വെള്ളത്തിനടിയിലുള്ള ഭൂമിയെ മനുഷ്യൻ എങ്ങനെ കൃഷിഭൂമിയാക്കി മാറ്റി എന്നതിന്റെ കഥയാണ് കുട്ടനാട്. ഇവിടുത്തെ ഓരോ ബണ്ടിനും ഓരോ പാടശേഖരത്തിനും പിന്നിൽ വർഷങ്ങളായുള്ള മനുഷ്യരുടെ അനുഭവവും അധ്വാനവുമുണ്ട്. അതുകൊണ്ട് കുട്ടനാട് ഒരു സ്ഥലത്തിന്റെ പേര് മാത്രമല്ല, വെള്ളത്തോട് പൊരുത്തപ്പെട്ട് മനുഷ്യർ ഉണ്ടാക്കിയെടുത്ത ജീവിത രീതിയാണ്.